ഏറനാട് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് PK ബഷീർ പുതിയ UDF സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ മുൻപാകെ ദൈവനാമത്തിലാണ് അദ്ദേഹം ഔദ്യോഗിക രഹസ്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിയത്. ശ്രീ PK ബഷീർ എന്ന ഞാൻ നിയമമായി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഏറനാട്ടിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ആവേശം പകർന്നുകൊണ്ട് വൻ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച PK ബഷീർ കേരളത്തിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കുമെന്നും ഈ പദവി വലിയൊരു ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും വ്യക്തമാക്കി. മന്ത്രിയായെങ്കിലും ജനങ്ങൾക്കിടയിലുള്ള തന്റെ പ്രവർത്തന ശൈലിയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ മന്ത്രിസഭയിൽ PK ബഷീറിനൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.